നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ചേന ഫ്രൈ ആണ്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചേന ഫ്രൈ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് പലർക്കും അറിയാമായിരിക്കും ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചേന ഫ്രൈ ഉണ്ടാക്കാനായി ഞാനിവിടെ 200 ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. അധികം കട്ടി കൂടാനും പാടില്ല, എന്നാൽ കട്ടിയൊട്ടും കുറയാനും പാടില്ല. ഈ ചേന കഷ്ണങ്ങൾ ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്തത് നല്ലതാണ്. ചേനയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചൊറിച്ചിൽ പോലൊക്കെ തോന്നാറില്ലേ, അതൊക്കെ മാറിക്കിട്ടാൻ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും, അധികം വേവിക്കേണ്ട ആവശ്യമില്ല. 3 മിനിറ്റിന് ശേഷം ചേന കഷ്ണങ്ങൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇത് കുറച്ച് സമയം തണുക്കാൻ വെക്കണം. അതിനുശേഷം വേണം മസാല പുരട്ടാനായിട്ട്. ഇനി നമുക്ക് ചേന ഫ്രൈക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യണം. വെള്ളം ചേർത്താൽ അധികം ലൂസായി പോകാൻ പാടില്ല. കുറച്ച് കട്ടിയുള്ള മസാല ആവുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ ചേനയിൽ നന്നായി ഇത് ഒട്ടിപ്പിടിക്കത്തുള്ളൂ. ഈ ചേന കഷ്ണങ്ങളിൽ ഈ മസാല നന്നായി പുരട്ടി യോജിപ്പിക്കണം. ഓരോരോ കഷ്ണങ്ങളായി എടുത്ത് നന്നായി മസാല പുരട്ടി കൊടുക്കാം. ചേനയൊക്കെ നന്നായി മസാല പുരട്ടി വച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ പച്ചമുളക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചേന ഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ചേന കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അധികം ഫ്ലെയിം കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകൊക്കെ വെച്ചിട്ട് നന്നായി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇത് നല്ല ചൂട് ചോറിനൊക്കെ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്